സംഭവം വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ്, പക്ഷേ പ്രതിഫലത്തിൽ ആൾ വമ്പനുമാണ്. ഈ സൂറത്ത് കൃത്യമായിട്ട് പതിവാക്കുന്നവർക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ സമ്പത്തിൻ്റെ ഉറവ പൊട്ടിയൊലിക്കാനുള്ള അവസരം തരും. സാമ്പത്തികമായി നിങ്ങൾ പ്രയാസപ്പെടില്ല, നിങ്ങളുടെ ഖൽബിൽ ഈമാൻ വർദ്ധിക്കും, അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ തരും, സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവർക്ക് സന്താനങ്ങൾ ലഭിക്കും, ഉള്ള മക്കൾ സ്വാലിഹീങ്ങളാകും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എണ്ണി ഇങ്ങനെ പറയാൻ പറ്റും. അത്രമേൽ അത്ഭുതം നിറഞ്ഞ ആ ചെറിയ സൂറത്തിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കണം. അത് എത്ര തവണ ചൊല്ലണമെന്ന് പഠിക്കണം. ജീവിതം മാറി മറിയുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്വബാഹുൽ ഖൈർ ഇന്ന് 364-ാമത്തെ എപ്പിസോഡാണ്. നാളെ ഇൻഷാ അല്ലാഹ് 365-ാമത്തെ എപ്പിസോഡായിരിക്കും. ഒരു കൊല്ലത്തിലേക്ക് സ്വബാഹുൽ ഖൈർ കടക്കുകയാണ്. നാഥനായ റബ്ബിനോട് എത്ര തവണ അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാകില്ല. സ്വബാഹുൽ ഖൈർ കാണാതെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നു പോകാത്ത എത്രയോ മുഅ്മിനീങ്ങൾ. രാവിലെ എണീറ്റാൽ ആദ്യം തന്നെ സ്വബാഹുൽ ഖൈർ കാണുന്നവർ, ഇനി ആദ്യം കാണാൻ പറ്റിയില്ലെങ്കിൽ അന്നത്തെ ദിവസം സ്വബാഹുൽ ഖൈർ കണ്ടില്ലെങ്കിൽ ഉറക്കം വരാത്തവർ, അങ്ങനെ ഈ സദസ്സിനെ സ്നേഹിക്കുന്ന, ഈ സദസ്സ് നിമിത്തം ഒരുപാട് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചവരുണ്ട്. ഇല്ലേ? ഒരുപാട് സഹോദരിമാർ സന്താനങ്ങളില്ലാതെ വേദനിച്ചിരുന്ന ഒരുപാട് പേർ ഗർഭിണികളായിട്ടുണ്ട്. നിരന്തര അബോഷനായി പോയിക്കൊണ്ടിരുന്നവർക്ക് അൽഹംദുലില്ലാ അള്ളാഹു റബ്ബുൽ ആലമീൻ നല്ല സ്വാലിഹീങ്ങളായ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട്. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു മുക്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ വർത്തമാനങ്ങൾ കേൾക്കുമ്പോഴും കൽബിൽ സന്തോഷമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എത്ര തവണ നാഥനെ സ്തുതിച്ചാലും മതിയാവില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ആദ്യം നമ്മുടെ ചാനലിൽ ആകെ സൈക്കോളജിക്കൽ വീഡിയോസ് മാത്രമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. പെട്ടെന്നൊരു ദിവസം മനസ്സിലൊരു തോന്നൽ, ജനങ്ങൾക്ക് ദിനേനെ അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു സദസ്സ് തുടങ്ങിയാലോ എന്നിങ്ങനെ ചിന്തിച്ചു. നമ്മളൊരു പോസ്റ്റ് ഇട്ടു, എല്ലാവരും അനുകൂലം. ഓരോരുത്തരൊരു പേര് നിശ്ചയിച്ചു, ഓരോരോ പേര് ആഗ്രഹിച്ചു. അങ്ങനെ അവസാനം നമ്മൾ സ്വബാഹുൽ ഖൈർ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് എത്തിച്ചേരുകയും കൂടെയായിരുന്നു അല്ലേ? അൽഹംദുലില്ലാ. അവിടെ നിന്ന് തുടങ്ങിയ യാത്ര ഒരു കൊല്ലത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. നാഥനായ റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ഇൻഷാ അല്ലാഹ് നാളെയാണ് നമ്മുടെ ഒരു കൊല്ലം തികയുന്ന സദസ്സ്. അല്ലാഹു റബ്ബുൽ ആലമീൻ, കരുണക്കടലായ റബ്ബുൽ ആലമീൻ ഇത് ഖിയാമത്ത് നാൾ വരെ തുടർന്നു പോകാൻ നമുക്കും നമ്മുടെ ശേഷം വരുന്നവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ 11,000 രൂപ ആർക്കാണ് സമ്മാനമായി ലഭിക്കുക? ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ വാർഷികത്തിൻ്റെ അന്ന്, അതായത് നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് ആരാണ് ആ വിജയി എന്ന് നമുക്ക് പ്രഖ്യാപിക്കുക കൂടെ വേണം. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. എല്ലാ സങ്കടങ്ങളിൽ നിന്നും ഈ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചെറിയൊരു സൂറത്ത് പഠിക്കാൻ, വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ സൂറത്ത്, 114 അധ്യായങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു അധ്യായം കൂടെയാണത്. ഈ സൂറത്തിൽ 47 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. 47 അക്ഷരങ്ങൾ മാത്രം. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ കൗസർ അല്ലേ? ഇന്ന അഅ്തൈനാക്കൽ കൗസർ. വളരെ ചെറിയ സൂറത്താണ്, പക്ഷേ അനുഗ്രഹങ്ങളുടെ കാര്യത്തിലോ അത് ഓതിക്കഴിഞ്ഞാൽ ലഭ്യമാകുന്ന പ്രതിഫലത്തിൻ്റെ കാര്യത്തിലോ അത് വളരെ മികച്ചു നിൽക്കാൻ അത്ര അത്ഭുതം നിറഞ്ഞൊരു സൂറത്ത്. ഒരു ദിവസം നമുക്ക് സൂറത്തുൽ കൗസർ ഒരു തവണ പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ ധാരാളം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സൂറത്ത് ഇറങ്ങുകയാണ്. ഹബീബായ തങ്ങൾ ആശ്വസിപ്പിച്ചുകൊണ്ടാണ്. ഇല്ലേ? നമുക്കൊക്കെ അറിയാം സംഭവം. മുത്തുനബി തങ്ങളെ അബ്തർ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അബ്തർ എന്ന് പറഞ്ഞാൽ എന്താ? വാലറ്റ് പോയവൻ എന്നാണ്. ഹബീബായ തങ്ങൾക്ക് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, ആൺകുട്ടികളൊക്കെ മരണപ്പെട്ടു പോയി, അതുകൊണ്ട് പരമ്പര ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരുടെ മുമ്പിലേക്ക് മുത്തുനബി വിഷമിച്ചപ്പോൾ അള്ളാഹു ഇറക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്സല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ പറഞ്ഞവരാണ് വാലറ്റ് പോയവർ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഹബീബായ തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്.
ഇന്ന് തങ്ങന്മാർ ലോകത്ത് എല്ലായിടത്തും ഇല്ല. അത് മുത്തുനബി തങ്ങളുടെ മുഅ്ജിസത്താണ്. അവിടുത്തെ പരമ്പര ഫാത്തിമ ബീവിയിലൂടെ നിലനിൽക്കുന്നത്. അത് അവിടുത്തെ പ്രത്യേകതയാണ്. ഈ സൂറത്ത് ഇറങ്ങുന്ന സമയത്ത് ഖുറൈശികൾക്ക് വലിയ സന്തോഷമായി. കാരണം ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്. അപ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സാഹിത്യകാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ലബീദ് ബിൻ റബിയ. ലബീദ് ബിൻ റബിയ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ അടുക്കലേക്ക് ഖുറൈശികളൊക്കെ ഓടിച്ചെല്ലാണ്, മക്കത്തെ കാഫിര്യങ്ങളൊക്കെ ഓടിച്ചെല്ലാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഈ മുഹമ്മദിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ, ഒരു വെല്ലുവിളി ഉണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ പോലെ അല്ലെങ്കിൽ അതിന് തുല്യമായ ഒരു സൂറത്തിന് തുല്യമായ ഒരു വചനം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു ആയത്തിന് തുല്യമായൊരു വചനമെങ്കിലും നിങ്ങളെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു വെല്ലുവിളി ഉണ്ടല്ലോ. ഖുർആനിൽ അപ്പടി വലിയ സൂറത്തുകളല്ലേ, നമുക്കിപ്പോൾ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, ചെറിയൊരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്, വാ നമുക്കതിനെതിരെ അല്ലെങ്കിൽ അതുപോലൊന്ന് വേറെ ഉണ്ടാക്കി കൊടുക്കാം. ലബീദ് ബിൻ റബിയ എന്ന് പറയുന്നത് ഭയങ്കര വലിയ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ കവിയരങ്ങുകളിൽ അദ്ദേഹം ഒരു കവിത പാടി കഴിയുമ്പോൾ ആളുകളൊക്കെ സുജൂദ് ചെയ്തിരുന്നു എന്നാണ്. അന്നത്തെ മക്കയിലെ മുശ്രിക്കീങ്ങൾ അത്ര വലിയ പ്രഗത്ഭരാണ്, നിമിഷക്കവിയാണ്, വലിയ വലിയ സാഹിത്യകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിത് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എവിടെ ആ സൂറത്തൊന്ന് ഓദിക്കേ, എവിടെ കേൾക്കട്ടെ, ആ സൂറത്തൊന്ന് കാണട്ടെ. ഇന്ന അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അദ്ദേഹം ഇതിങ്ങനെ വായിച്ചിട്ട് പറയാണ്, ഇതിന് പകരമുണ്ടാക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, അതിനുള്ള കഴിവൊന്നും എനിക്കില്ല, ഇതിനോട് തുല്യമായൊന്നും ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, വേണമെങ്കിൽ ഞാനൊരു സൂറത്ത്, ഒരു ആയത്ത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ അദ്ദേഹം ഒരു വരി വെറുതെ അങ്ങനെ ചേർത്തു. എന്താണത്? ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ മാ ഹുവ ഖൗലുൽ ബശർ. എന്താണ് ആ ചേർത്തത്? ഇത് മനുഷ്യൻ്റെ വാക്കല്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ അറബി സാഹിത്യം പഠിക്കണം. അപ്പോൾ ഇത് മനുഷ്യൻ്റെ വാക്കാകാൻ ഒരു തരമില്ല. അന്ന് സാഹിത്യമേന്മയിൽ മികച്ചു നിന്നിരുന്ന കാലഘട്ടത്തിലേ പറയണേ, ഇത് മനുഷ്യൻ്റെ വാക്കാകാൻ ഒരു വഴിയില്ല, ഇത് മനുഷ്യനല്ല, സൃഷ്ടാവിൻ്റെ വാക്ക് തന്നെയാണ്. അങ്ങനെ ഈ സൂറത്തുൽ കൗസർ ഇറങ്ങിയപ്പോൾ ഇതിലെ സാഹിത്യ അത്ഭുതം കണ്ടിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് ഓടിച്ചില്ലാണ് ഇലാ ഹദറത്ത് റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ലബീദ് ബിൻ റബിയ എന്ന് പറയുന്ന വലിയ ശാസ്ത്രകാരൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അവിടെ നിന്ന് ഇസ്ലാം മതം സ്വീകരിക്കാൻ. അത്ര വലിയ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. ഒരുപാട് മഹത്വങ്ങളുണ്ട്. കുറച്ച് മഹത്വങ്ങൾ പറയാം നമുക്ക് ബറക്കത്തിന്, അല്ലേ? ഒന്നാമത്തേത്, സൂറത്തുൽ കൗസർ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ്. ഏറ്റവും ചെറിയ സൂറത്ത്, അല്ലേ? ആകെ 3 ആയത്തുകളുള്ള 47 ഹർഫുകൾ മാത്രമുള്ള വളരെ ചെറിയ സൂറത്ത്. മറ്റൊരു പ്രത്യേകത, ഈ സൂറത്തിൽ അള്ളാഹു മീം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. മീം കാണാൻ കഴിയില്ല. മീമില്ലാത്ത ഒരു അത്ഭുത വരികളിലൂടെ അള്ളാഹു ഇറക്കിത്തന്ന സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേത്, നിത്യേനെ പതിവായി ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന മനുഷ്യർ, ചെറിയ സൂറത്തല്ലേ, എത്ര നേരം വേണം? പതിവായി പാരായണം ചെയ്യുന്ന മനുഷ്യർക്ക് അള്ളാഹു ദാരിദ്ര്യം കൊടുക്കൂല, സമ്പത്തിങ്ങനെ ഉറവ പൊട്ടി അവരിലേക്ക് ഒഴുകുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയത് കാണാം. അത്ര അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇനി മറ്റൊരു പ്രത്യേകത എന്താണ്? ശത്രുക്കൾക്കെതിരിൽ അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കും. ഈ സൂറത്ത് പതിവാക്കുന്ന ഒരു മനുഷ്യന് ശത്രുക്കൾക്കെതിരിൽ അള്ളാഹിൻ്റെ കാവൽ ലഭിക്കും. ശത്രുക്കൾ ഉണ്ടാകുമ്പോഴാണല്ലോ സിഹറും കണ്ണീറും ഒക്കെ ഉണ്ടാവണതും, ഇല്ലേ? നമ്മുടെ ജോലിയുടെ മേഖലയിലാകട്ടെ, നമ്മുടെ വീടിൻ്റെ അയൽവക്കത്താകട്ടെ, എവിടെയാകട്ടെ, ശത്രുതയിൽ നിന്ന്, ശത്രുക്കളുടെ ഒരു നോട്ടത്തിൽ നിന്ന് പോലും ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ കാവൽ കൊടുക്കും. അതുപോലെ ഏഴാമത്തേത്, ഹൗദുൽ കൗസർ എന്ന് പറയുന്ന അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദിൽ നിന്ന് അവിടെ നിന്ന് കോരിത്തരും. ഇത് പതിവായി ഓതുന്നവർക്ക്, ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഓതുന്നവർക്ക്, ഹബീബായ തങ്ങളെ ആക്ഷേപിച്ചവർക്ക് മറുപടി കൂടെയാണ് ഈ സൂറത്ത്. അപ്പം എൻ്റെ ഹബീബിനെ കൽബിലേക്ക് കൊണ്ടുവന്ന് ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഹൗദുൽ കൗസർ ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോരിത്തരും. ഇനി എട്ടാമത്തൊരു പ്രത്യേകത, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാവാണല്ലോ കടന്നു വരുന്നത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച രാവിലെ ഒരു മനുഷ്യൻ 100 തവണ ഇന്ന അഅ്തൈനാകൽ കൗസർ സൂറത്ത് പാരായണം ചെയ്താൽ 100 തവണ, അങ്ങനെ എത്ര വെള്ളിയാഴ്ച? 11 വെള്ളിയാഴ്ച. 11 വെള്ളിയാഴ്ച രാത്രിയോ പകലിലോ, രാത്രിയാണ് ഏറ്റവും നല്ലത്, അല്ലേ? അപ്പോൾ ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലെ 100 തവണ, ഇന്നിപ്പോൾ 100 തവണ, അങ്ങനെ തുടരെയുള്ള 11 വെള്ളിയാഴ്ചകളിൽ 100 തവണ സൂറത്തുൽ കൗസർ ഒരാൾ പാരായണം ചെയ്താൽ, പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഓതാൻ പറ്റാത്ത സമയം വരുമ്പോൾ അത് മാത്രം ഒഴിവാക്കുക, അതുകൊണ്ട് വിരോധമില്ല, അള്ളാഹു ആണല്ലോ ഇതൊക്കെ തരുന്നത്. അങ്ങനെ 11 വെള്ളിയാഴ്ചകൾ ഇങ്ങനെ പതിവായി വരുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവന് കനവിൽ കാണാൻ കഴിയുമത്രേ. മുത്ത് ഹബീബിനെ കനവിൽ കാണാൻ കൊതിയുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കണേ. ഇനി 9ാമത്തേത് എന്താണ്? സന്താന സൗഭാഗ്യം അള്ളാഹു തരും.
മക്കളില്ലാതെ വേദനിക്കുന്നവർ, അബോഷനായി പോകുന്ന ധാരാളം ആളുകൾ. അൽഹംദുലില്ലാ നമ്മുടെ സദസ്സിൽ ഹംദ് പറഞ്ഞ് അത്തരം അബോഷനുകളൊക്കെ ഇല്ലാതായിപ്പോയി ഒരുപാട് ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അതൊക്കെ ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഹംദിൻ്റെ മഹത്വം ഉൾക്കൊള്ളാനും അതിൻ്റെ മഹത്വങ്ങൾ അനുഭവിക്കാനും പടച്ച റബ്ബ് തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ സന്താന സൗഭാഗ്യം, മക്കളില്ലാതെ വേദനിക്കുന്ന എന്തോ ആളുകളുണ്ട്, അവർക്ക് അള്ളാഹു സന്താനങ്ങളെ കൊടുക്കും ഇല്ലേ. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും 7 തവണ ഇങ്ങനെ പതിവാക്കുക. 7 തവണ എത്ര നേരം വേണം? 7 തവണ ഇന്നയാഴത്തിനൊക്കെ കൗസർ സൂറത്ത് ഓതാൻ. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമല്ലേ, നമുക്ക് സുബ്ഹി കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയല്ലേ, ഇന്ന് തുടങ്ങിക്കോ ഒരു 7 തവണ സൂറത്തുൽ കൗസർ അങ്ങ് പാരായണം ചെയ്യുക. ഇനി പറ്റാമത്തെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. ഉപജീവനത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. ഉപജീവനത്തിൽ 7 തവണ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് 7 തവണ 41 ദിവസം തുടർച്ച പാരായണം ചെയ്യാം. 41 ദിവസം ഒരു നല്ല നീയച്ചിൽ അള്ളാഹുവിന് വേണ്ടി ഇതൊക്കെ ഓതണം കേട്ടോ. അതിൻ്റെ കാരണം കൊണ്ട് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകണം. അല്ലാതെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി സൂറത്തുൽ കൗസർ ഓതുന്നു ആകരുത്. അള്ളാഹുവിന് വേണ്ടി ഓതുന്നു, ആ ഓതുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ കച്ചവടത്തിൽ ഈ അഭിവൃദ്ധി നൽകണേ അല്ല എന്നൊരു മൈൻഡായിരിക്കണം ഉണ്ടാകേണ്ടത് കേട്ടോ. അപ്പോൾ 41 ദിവസം പതിവാക്കണം. അതുപോലെ തന്നെ 11ാമത്തെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ മഹത്വം, അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ മഹത്തുക്കൾ പറയുന്നുണ്ട്, മോഷ്ടിക്കപ്പെടില്ല നിങ്ങളുടെ വസ്തുക്കൾ ഇല്ലേ. നിങ്ങളുടെ വീട്ടിൽ നിന്നാകട്ടെ, നിങ്ങളുടെ കമ്പനിയിൽ നിന്നാകട്ടെ, നമ്മളത് കെട്ടിപ്പൂട്ടി വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിച്ചാണ്. പിന്നെ അവിടെ നിന്ന് അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുക. ആ തവക്കുലിൻ്റെ കൂടെ ഒരു സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുകയാണെങ്കിൽ അത് മോഷ്ടിക്കാൻ ഇടവരില്ല അത്രേ. അതുപോലെ തന്നെ 129 തവണ ഒരാൾ ഓതിയാൽ, ഒരു നല്ല ലക്ഷ്യം വെച്ച് 129 തവണ അയാൾ ഓതിയാൽ മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു അവന് ശിഫ കൊടുക്കും. ഒരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, മരുന്നും കഴിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കണ്ടെന്നല്ല കേട്ടോ, മരുന്ന് കൃത്യമായി കഴിക്കണം. എല്ലാ രോഗത്തിനും അള്ളാഹു മരുന്നിറക്കിയിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലൽ ഹറം, വാർദ്ധക്യത്തിനൊഴികെ. വയസ്സാകുന്നതിനും മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, ബാക്കിയൊക്കെ മരുന്ന് ഇവിടെ ഉണ്ട് എന്ന് മുത്തുനബി തങ്ങൾ പറയാണ്. അപ്പോൾ മരുന്ന് നമ്മൾ കണ്ടെത്താത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. അപ്പോൾ മരുന്ന് കഴിക്കണം. അക്കൂട്ടത്തിൽ ഈ സൂറത്ത് ഇങ്ങനെ 129 തവണ രോഗം മാറുന്നത് വരെ ഇങ്ങനെ പതിവാക്കുക, അള്ളാഹു മാറ്റിത്തരും. അതുപോലെ മറ്റൊരു പ്രത്യേകത, ഹൃദയ വിശാലത ഉണ്ടാവും. ചിലർ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയം എന്തെങ്ങനെ ഒരു വിശാലതയില്ലാത്ത, ആകെ ഒരു വിശാലതയില്ലാത്തവണ്ണം ചുരുങ്ങിപ്പോയ ഹൃദയമാണല്ലോ എൻ്റേത്, എന്തു പറ്റി, ഒരു കാരുണ്യമില്ലാത്ത ഹൃദയമാണല്ലോ. ഇൻഷാ അല്ലാഹ് വിഷമിക്കേണ്ട. സൂറത്തുൽ കൗസർ രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ 7 തവണ അങ്ങ് പതിവാക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഹൃദയവിശാലത ഉണ്ടാകും. ഇനി 14ാമത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അല്ലേ. മഴ പെയ്യുന്ന സമയത്ത് ഒരാൾ 100 തവണ ഇന്ന ആഴ്ത്തവിനാക്കൽ കൗസർ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ എന്നിട്ട് അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. അത്ര വലിയ അത്ഭുതം. സൂറത്തുൽ കൗസർ മഴ പെയ്യുന്ന സമയത്ത് അത് 100 തവണ ഓതിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. ഇനി മറ്റൊരു പ്രത്യേകത, അത് നമ്മൾ ഈ സൂറത്തുൽ കൗസർ ഒരു വെള്ള പേപ്പറിൽ, വരയൊന്നുമില്ലാത്ത വെള്ള പേപ്പറിൽ സൂറത്തുൽ കൗസർ ഒന്ന് എഴുതിയിട്ട് നമ്മൾ ചുമന്നാൽ, നമ്മുടെ പേഴ്സിലൊക്കെ വെക്കുകയാണെങ്കിൽ, ബാത്റൂമിൽ പോകുമ്പോൾ ഒന്നും ഉപയോഗിക്കരുത്, സൂക്ഷിച്ച് പേഴ്സിലും മറ്റുമൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാവില്ല. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ തരും. കാവൽ തരുന്നവൻ റബ്ബാണ്. ഇതൊക്കെ കാരണങ്ങളാണ്. ഈ കാരണവും നമ്മുടെ ശരീരവുമായി ബന്ധിക്കുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കങ്ങ് പ്രൊട്ടക്ഷൻ തരും. കാരണം അവൻ്റെ സൂറച്ചാണ്, അവൻ ബഹുമാനിച്ച് അവൻ്റെ ആയച്ചുകളാണ് അല്ലേ. ഹബീബായ തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ഇറക്കിയതാണ്. അപ്പോൾ ഈ സൂറത്തൊരു മനുഷ്യൻ എഴുതിയിട്ട് അവൻ്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ മക്കളൊക്കെ ഇത് കൊണ്ട് നടക്കുകയാണെങ്കിൽ, നമ്മൾ തന്നെ കൊണ്ട് നടക്കുകയാണെങ്കിൽ, അൽഹംദുലില്ലാ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, ആക്സിഡൻറ്റ് പോലുള്ള മരണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ കാവൽ നൽകുമത്രേ. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കണ്ണ് സംബന്ധമായ പ്രയാസങ്ങളുള്ളവർ നല്ല ശുദ്ധമായ പനിനീർ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന റോസ് വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ എസൻസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേറെ ചേർത്തിട്ടുണ്ടാവും. റോസ് അതിലുണ്ടോ എന്ന് അള്ളാഹു ആലം അല്ലേ. എന്നാൽ ഒറിജിനൽ ശുദ്ധമായ പനിനീർ കിട്ടുകയാണെങ്കിൽ ആ പനിനീരിൽ, റോസ് വാട്ടറിൽ സൂറത്തുൽ കൗസർ ഓതി മന്ത്രിച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് മന്ത്രിച്ചിട്ട് എന്ത് ചെയ്യുക, അത് ഇടയ്ക്ക് കണ്ണിൽ ഇറ്റിച്ചു കൊടുത്താൽ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് മാറിക്കിട്ടും. കണ്ണിന് നല്ല കുളിർമ ലഭിക്കാൻ, കാഴ്ച ലഭിക്കാനൊക്കെ കാരണമാകുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലമാണ് സൂറത്തുൽ കൗസറിനുള്ളത് അല്ലേ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇത് ഒന്ന് ക്ലിയർ ആക്കുക. എല്ലാ ദിവസവും രാവിലെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് 7 തവണ സൂറത്തുൽ കൗസർ ഒന്ന് പതിവാക്കി നോക്കിക്കേ.
വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ദാരിദ്ര്യം തരില്ല. പടച്ച റബ്ബ് സമ്പത്തിൻ്റെ ഉറവ നിങ്ങളിലേക്ക് തുറന്നു തരും. അങ്ങനെ എല്ലാ മേഖലകളിലും ബറക്കത്ത്, അപകടങ്ങളിൽ നിന്ന് കാവൽ, മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ, അങ്ങനെ നിങ്ങളുടെ ഉള്ള സന്താനങ്ങൾ സ്വാലിഹീങ്ങളാകാൻ ഇതിനൊക്കെ ഈ 7 തവണ ഈ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തി നോക്കിയേ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാരണമാകും. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാവിലെ കടന്നു വരുന്നത്. മുത്ത് ഹബീബിനെ കാണാൻ കൊതിയുള്ളവർക്ക് വെള്ളിയാഴ്ച രാവിലെ 100 തവണ 11 വെള്ളിയാഴ്ച ഹബീബായ തങ്ങളെ കാണാൻ പറ്റും. അങ്ങനെ ജീവിതത്തിൽ ഇതൊക്കെ അന്വർത്ഥമാക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? മഹാനായ നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാമിൻ്റെ സഹോദരൻ ആരാണ്? ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമാണ്, കലീമുള്ളയാണ് അല്ലേ. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ശത്രുവായ മനുഷ്യൻ ആരായിരുന്നു? അന്നത്തെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു? കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ചോദ്യം അതാണ്. നാളെയാണ് 11,000 രൂപ ആർക്കാണ് ലഭിക്കുന്നത് നമുക്ക് പ്രഖ്യാപിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് വേണ്ടേ? നാളെ നമ്മുടെ വാർഷികമല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വബാഹുൽ ഖൈറിനെ സ്നേഹിക്കുന്നവരെ പടച്ച റബ്ബ് സ്നേഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുർ-റഹീമായ കരുണക്കടലായ തമ്പുരാനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നിൻ്റെ തൃപ്തി ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ സ്നേഹിക്കണേ തമ്പുരാനെ. ഇതിൻ്റെ അഹ്ലുകാരെ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരെ നീ ചേർത്ത് പിടിക്കണേ അല്ലാഹ്. നിനക്ക് ഹംദ് പറഞ്ഞാണ് ഞങ്ങളുടെ ദിവസങ്ങൾ ഞങ്ങൾ തുടങ്ങുന്നത്. ആ ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് അഖിലനിഖില പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ലാഹ്. സമാധാനം തരണേ അല്ലാഹ്. സന്തോഷം തരണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് പഠിച്ച സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യത്തിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണേ അല്ലാഹ്. മറ്റൊരുത്തൻ്റെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഗതികേട് നൽകല്ലേ അല്ലാഹ്. കടങ്ങളെല്ലാം ഏറ്റെടുക്കണേ അല്ലാഹ്. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. മക്കളില്ലാത്ത എത്രയോ സഹോദരങ്ങൾ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് തവണ അബോഷനായി പോയവർക്ക് സമാധാനം കൊടുക്കണേ അല്ലാഹ്. ഉള്ള സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പരീക്ഷണങ്ങളിൽ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. വീടില്ലാതെ ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ ഭവനം നൽകണേ അല്ലാഹ്. യാ റബ്ബന സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാഹ്. എത്രയെത്ര രോഗികളാണ്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം സഹോദരങ്ങൾ, എല്ലാവർക്കും പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാഹ്. ആജിലായ ശമനം നൽകണേ അല്ലാഹ്. നിന്നോടല്ലാതെ ആരിലേക്ക് കൈ ഉയർച്ചാനാണ് തമ്പുരാനെ. മാരകരോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ്. മാരകരോഗങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. റഹമുർ-റഹീമായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ പലരും ഇന്ന് ഖബറിലാണ്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ കുടുംബസമേതം ഇരുന്ന് പങ്കെടുക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ആ കുടുംബത്തിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വർഷിച്ച് നൽകണേ അല്ലാഹ്. എപ്പോഴാണ് മരണമെന്നറിയില്ല, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.